കാസർഗോഡ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജീവൻ ഒടുക്കിയ നിലയിൽ ആദൂർ സ്വദേശി രേഷ്മയാണ് മരിച്ചത്. ചിന്നു പപ്പു എന്ന പേരിലാണ് സമൂഹ മാധ്യമങ്ങളിൽ അറിയപ്പെടുന്നത്. ഈ കാസർഗോഡ് ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ പ്രശസ്തിയായ പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിക്ക് കഴിഞ്ഞ ദിവസങ്ങളൊന്നും തന്നെ വലിയ രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായി വീട്ടുകാരോടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ പ്രകടിപ്പിച്ചതായി നിലവിൽ അറിവില്ല എന്നുള്ളതാണ്. പക്ഷേ അതിനിടെ എങ്ങനെയാണ്, എന്തുകൊണ്ടാകാം ഈ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ ധാരാളം റീലുകൾ കാണാറുണ്ട്. ഭാര്യയും ഭർത്താവും കൂടി, ഭർത്താവും ഭാര്യയും മക്കളും കൂടി, ആങ്ങളെയും പെങ്ങളും കൂടി അവർ റീലുകളിൽ സന്തോഷത്തോടെ അഭിനയിക്കുന്ന പുതിയ റീലുകൾ, 2 മിനിറ്റോ 3 മിനിറ്റോ നീണ്ടു നിൽക്കുന്ന ഒരു റീലുകളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിനയിക്കുന്നത് കാണുമ്പോൾ ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ളവർ ഭാര്യ ഭർത്താവിന് പൂച്ചണ്ട് കൊടുക്കുന്നു, പൂച്ചണ്ട് ഭർത്താവിന് ഭാര്യയ്ക്ക് കൊടുക്കുന്നു, അവരുടെ വെഡിങ് ആനിവേഴ്സറിക്ക് കേക്ക് മുറിക്കുന്നു, അവരങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പുണരുന്നു, അവരെ ലോകത്തിലെ മാതൃകാ ദമ്പതികളായി അടയാളപ്പെടുത്തുന്നു. മിക്കവാറും നമ്മുടെ ഭാര്യമാരൊക്കെ ആ 2 മിനിറ്റ് റീല് കാണുമ്പോ നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചു തരും അതിന്റെ ലിങ്ക്. അതിന്റെ താഴെ അവരെഴുതും, ഇത് കണ്ടുപിടിക്കും. ഇതാണ് ഭാര്യയും ഭർത്താവും. മിക്കവാറും ഭാര്യമാർ അവരതാണ്, റീലുകളാണ് റിയൽ ലൈഫ് എന്ന് കരുതി പോകുന്നവർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് അതൊക്കെ വെറും നാട്യം മാത്രമാണ്. കഴിഞ്ഞ ആഴ്ച നാം കേട്ടത് നമ്മുടെ അടുക്കൽ നിന്ന് വെളിപ്പാടകലെ തിരുവനന്തപുരം ജില്ലയുടെ അങ്ങേയറ്റത്ത് പാറശാലയിൽ ധാരാളം ഫോളോവേഴ്സ് ഉള്ള ഒരു ഭാര്യയും ഭർത്താവും, സോഷ്യൽ മീഡിയയിലെ മാതൃകാ ദമ്പതികൾ, സ്നേഹത്തിന്റെ സ്വരൂപം ചാർത്തിയവർ, അവർ അവസാനം ഒരു റീല് ചെയ്ത് വിരഹത്തിന്റെ ഒരു ഗാനം പാടി. ആ റീൽ അവസാനിച്ചതിന് ശേഷം തന്റെ കൂടെ കെട്ടിപ്പിടിച്ച് അഭിനയിച്ച ഭാര്യയുടെ കഴുത്ത് ഞെരിച്ചു മുറിച്ചു കൊന്ന് ആ ഭർത്താവ് പിന്നീട് ആത്മഹത്യ ചെയ്തു. അവർ പോസ്റ്റ് ചെയ്ത റീലുകളുടെ താഴെ മാതൃകാ ദമ്പതികൾ എന്ന് ഫോളോവേഴ്സ് കമന്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോ ഭാര്യയുടെ മൃതദേഹം വീടിന്റെ ഉള്ളിൽ അഴുകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, എന്നെ കേൾക്കാനെത്തുന്ന സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ആധുനിക ജീവിതത്തിന് അത്യാർത്തിയും നാനാർത്തിയും നമുക്ക് സമ്മാനിച്ച സമാധാനമില്ലായ്മയുടെ നടുവിലൂടെ നമ്മൾ നടന്നു പോകുമ്പോ എല്ലാത്തിനെയും അവസാനം മരിക്കലാണ് എന്ന് കരുതി അവൻ ആത്മഹത്യയിലോട്ട് കടന്നു പോകുന്ന ഒരു കാലത്ത് യഥാർത്ഥത്തിൽ ഡോക്ടർ ശിഹാബ് ഉമർ പറഞ്ഞതുപോലെ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകളുടെ മുമ്പിൽ ഗവൺമെന്റ് കൗൺസിലിംഗ് നടത്തുന്നു, ക്ലാസുകൾ നടത്തുന്നു, മനുഷ്യനെ ജീവിതത്തിൽ പിടിച്ചു നിർത്താൻ പ്രേരിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നിങ്ങൾ തളർന്നു പോയവരാണോ? ജീവിതത്തിൽ നിങ്ങൾ സങ്കടപ്പെട്ടവരാണോ? ജീവിതം അവസാനിക്കണമെന്ന് ആയുസ്സിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചവരാണോ? എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടാൻ, ഹൃദയത്തിന് സമാധാനം നൽകാൻ, ജീവിതത്തിന് ലക്ഷ്യബോധമുണ്ടാവാൻ, നിരാശയുടെ പടുകുടിയിൽ നിന്ന് തിരിച്ചു വരാൻ, ജീവിതത്തെ തിരിച്ചുപിടിക്കാൻ അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് ഞാനൊരു വലിയ ഒരു അമൃതിനെ തന്നിട്ടുണ്ട്. ആ തന്ന അമൃത് ഏതെന്നറിയുമോ? ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള സാധനമാണത്. ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള വസ്തു ഏതാണ്? ഭൂമിയല്ല, ആകാശമല്ല, ഈ കാണുന്ന നക്ഷത്രങ്ങളും ഗാലക്സികളും ഒന്നുമല്ല. ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള ഒരു വസ്തുവിനെ നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുണ്ട്. ആ ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള വസ്തു ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ ഇന്ന നാശിയതൽ ലൈലി ഹിയ അശദ്ദു വതാ വഅഖവമു ഖീലാ. അല്ലാഹു പറയുകയാണ്, ഇന്നാ പ്രവാചകരെ, സനുൽഖി അലൈക ഖൗലൻ സഖീലാ, ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള വാക്കുകളെ നിങ്ങൾക്ക് ഞാൻ അവതരിപ്പിച്ചു തരികയാണ്. ഏറ്റവും ഭാരമുള്ള ആ ആയത്തുകളെ നിങ്ങൾക്ക് ഞാൻ അവതരിപ്പിച്ചു തരുമ്പോ ആ ആയത്തുകൾ പാരായണം ചെയ്ത് പാതിരാവിന്റെ നിശബ്ദതയിൽ ഇന്ന നാശിയതൽ ലൈലി ഹിയ അശദ്ദു വഅഖവമു ഖീലാ, പാതിരാ സമയത്ത് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള ആയത്തുകളെ നിങ്ങൾ പാരായണം ചെയ്ത് പാതിരാ സമയത്ത് ഖുർആൻ ഓതിയിട്ട് നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചാൽ അതാണ് ഇന്ന നാശിയതൽ ലൈലി, പാതിരാവിലെ നിങ്ങളുടെ ആരാധനകൾ അത് നിങ്ങൾക്ക് മനക്കരുത്തിനെ വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തെ പിടിച്ചു നിർത്താൻ പാതിരാവിലെ ഖുർആനിന്റെ പാരായണം മതിയാകുന്നതാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.
ആത്മഹത്യയിൽ നിന്നുള്ള ഒരേ തിരിച്ചു വരാനുള്ള ഒരു പോംവഴി ഇത് ഖുർആനാണ്. ഇന്ന നാശിഅത്തൽ ലൈലി. ഞാൻ പറഞ്ഞ മനസ്സിലാവണില്ലേ? സമയം കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ഒരു വലിയ വഴത് പറയാൻ വേണ്ടി ഒന്നും വന്നതല്ല. പക്ഷേ ജീവിതത്തിൽ സ്വസ്ഥതയില്ലാത്തവരോട്, നിരാശയിലോട്ട് പോയവരോട്, ജീവിക്കണ്ട എന്ന് തോന്നിയവരോട്, മരിക്കണമെന്ന് തോന്നുന്നവരോട് ഖുർആൻ പറയുകയാണ്, നിങ്ങൾക്ക് ജീവിക്കണോ, നിങ്ങൾക്ക് ജീവിക്കണോ. ഖുർആൻ മരണശേഷം പാരായണം ചെയ്യാനുള്ള ഒരു ഗ്രന്ഥം മാത്രമല്ല, പാരായണം ചെയ്യുന്നത് കൊണ്ട് പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും, അതിൽ തർക്കവുമില്ല. എന്നാൽ ഖുർആൻ മരണശേഷം മാത്രം പാരായണം ചെയ്യാനുള്ളതൊന്നല്ല, അത് ചെയ്താൽ പ്രതിഫലം ലഭിക്കാൻ തർക്കമില്ല. പിന്നെ ഈ ഖുർആൻ സംസാരിക്കുന്നത് ആരോടാണ്? ഖുർആൻ സംസാരിക്കുന്നത് ജീവിച്ചിരിക്കുന്നവരോടാണ്, ജീവിതത്തിനോടാണ് സംസാരിക്കുക. ലിയുൻദിറ മൻ കാന ഹയ്യാ, ലയുൻദിറ മൻ കാന ഹയ്യാ. ഈ ഖുർആനെ ഞാൻ അവതരിപ്പിച്ചത് ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുവാനാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, എല്ലാ പ്രയാസങ്ങളുമുള്ള ഒരു കാലത്ത്, എല്ലാ സങ്കടങ്ങളുടെ കാലത്ത് ജീവിതം അവസാനിക്കാൻ 1000 കാരണം നമ്മളെ തേടിയെത്തുമ്പോ അവസാനിക്കാൻ കഴിയാത്ത വിധം ജീവിതത്തെ പിടിച്ചു നിർത്താൻ, നിങ്ങളുടെ ഹൃദയത്തിന് മനക്കരുത്ത് നൽകാൻ, ഭാര്യയുമായി വഴക്കിടുമ്പോ, മക്കളുമായി പിണങ്ങുമ്പോ, പ്രിയപ്പെട്ട മോള് വീട് വിട്ടിറങ്ങുമ്പോ, കച്ചവടത്തിന് പരാജയം വരുമ്പോ, കടബാധ്യതകൾ വല്ലാതെ തലയുടെ മുമ്പിൽ ഇങ്ങനെ വല്ലാതെ നിൽക്കുന്ന നേരത്ത് നിങ്ങളുടെ ഹൃദയത്തിന് ശാന്തി കിട്ടുന്നില്ലെങ്കിൽ ആ സമാധാനത്തിന്റെ വഴിയായിട്ട് അല്ലാഹു പറഞ്ഞത് വിശുദ്ധമായ ഖുർആനിനെ നിങ്ങൾ പാരായണം ചെയ്യണം. വിശുദ്ധ ഖുർആനിനെ നിങ്ങൾ പാരായണം ചെയ്യണം. ആ പാരായണമാണ് ജീവിതത്തെ തിരിച്ചു പിടിക്കാനുള്ള വഴി. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എത്രയോ ആളുകൾ പറയാറുണ്ട്, ഉസ്താദേ ജീവിതത്തിൽ ഒരു സമാധാനം ഇല്ല, ഒരു സമാധാനം ഇല്ല. ആ സമാധാനം കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി നമ്മുടെ ഈ മനസ്സിന്റെ ഒരു ദൗർബല്യം ഉണ്ടല്ലോ, പെട്ടെന്ന് ചിന്തിക്കുക. എത്ര ആളുകളാണ് ഇബാദത്തുള്ളവര്, നിസ്കാരമുള്ളവര്, അറിയപ്പെട്ട ആളുകള്. നമ്മൾ തന്നെ ചോദിക്കുന്നു, എങ്ങനെ? അടുത്ത സമയത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അറിയപ്പെട്ട ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. പണമില്ലാത്ത ആളല്ല, കോടീശ്വരനാണ്, അധികാരമില്ലാത്ത ആളല്ല. ഇതൊക്കെയുണ്ടെങ്കിലും മനസ്സ് തളർന്നു പോകുന്നു. ഇന്നത്തെ ഈ സനദ് സമ്മേളനത്തിൽ വെച്ച് ഞാൻ പറയാൻ, ഇത് എന്റെ വാക്കല്ല, കബീർ ബാക്കവിയുടെ വാക്കല്ല, വിശുദ്ധ ഖുർആൻ. ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ ലാ റൈബ ഫീഹി, അതിൽ പിന്നെ തർക്ക വിതർക്കങ്ങളില്ല, ഖണ്ഡന മണ്ഡനങ്ങളില്ല, അതിൽ പിന്നെ സംശയമില്ല. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അം വഅഖ്വ മുഖീല. രാത്രിയിൽ എഴുന്നേറ്റ് നിങ്ങൾ നിസ്കരിക്കീൻ, ആ ഭാരമുള്ള ഖുർആനിനെ ഓതീൻ. മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഒരിക്കൽ മനസ്സിന് വല്ലാത്ത ടെൻഷൻ ഉണ്ടായി. ടെൻഷൻ ഇല്ലാത്ത ആരാ ഉള്ളത്? എല്ലാവർക്കും ഓരോരോ ടെൻഷനാണ്. ഈ അടുത്ത സമയത്ത് ഒരു സഹോദരി എന്നോട് പറഞ്ഞു, ഉസ്താദേ എല്ലാം ഉണ്ട്, സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ഈ എന്റെ ഭർത്താവ് അയാൾ എന്നോട് മനസ്സോർന്ന് സംസാരിക്കൂല. എന്റെ ജീവിതത്തിലെ വലിയ ടെൻഷനാണ്, അയാൾക്ക് എന്നെ വേണ്ട, അയാൾക്ക് എല്ലാം ഉണ്ട്, പക്ഷെ എന്റെ അടുത്ത് വന്നാല് വലിയ ബിസിനസ്സുകാരനാണ്. ആ സമയത്ത് അയാൾ രാത്രി കിടക്കാൻ നേരത്ത് ഞാൻ പോയിരുന്നിട്ട് അയാളെ എത്ര ശല്യപ്പെടുത്തി, എന്നോട് മനസ്സോർന്ന് സംസാരിക്കില്ല, മൂപ്പിലങ്ങനെ ചിന്തിച്ച് കിടക്കും. എനിക്ക് ആകെ നിരാശയാണ്. എല്ലാം ഉണ്ട്, ആ പെണ്ണിന്റെ ഒരേ ഒരു നിരാശ, ഭർത്താവ് മനസ്സോർന്ന് സംസാരിക്കാത്ത. ഓരോരുത്തർക്കും ഓരോ പ്രശ്നം. ചിലർക്ക് പണം ഇല്ലാത്തതിന്റെ പ്രശ്നം, ചിലർക്ക് പണം ഉള്ളതിന്റെ പ്രശ്നം. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു, ഇത്രയൊക്കെ കിട്ടിയിട്ട് അയാൾ സംസാരിച്ചോളൂ. അപ്പൊ അയാൾ എന്നോട് പറയാണ്ട്, പൊന്നുസ്താദെ രാത്രി കിടക്കുമ്പോൾ നാളത്തെ ബിസിനസിന്റെ 1000 പ്രശ്നങ്ങളാണ്. അപ്പൊ ചില സമയത്ത് ഞാൻ എന്തെങ്കിലും ചിന്തിച്ച് കിടക്കും. അതുപോലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ പ്രശ്നങ്ങളെ നമ്മളായിട്ട് ഉണ്ടാക്കാൻ അങ്ങനെ അവരോട് പറഞ്ഞു, ഉപദേശിച്ചു വിട്ടു. രാത്രിയിൽ ഒരു ഭാര്യയും ഭർത്താവും ഒന്നിച്ചു കിടക്കുമ്പോ രണ്ടുപേരുടെ ഈ ചിന്തകൾ തമ്മിൽ വ്യത്യസ്തമാണ്. പക്ഷെ ഭാര്യയ്ക്ക് അത് ഫീൽ ചെയ്യുന്ന വേറെ രീതിയിലാണ്. കുടുംബജീവിതം വലിയ പ്രശ്നമാണ്, അതൊരു വലിയ അഭ്യാസമാണ്. ഖുർആൻ പറയുന്നതായിട്ട് അങ്ങനെ അന്തം വിട്ടു. ഞാൻ ഇൻഷാല്ലാ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഖുർആനിനെ വല്ലാതെ സ്നേഹിക്കും. ഒരു ഭർത്താവ് കിടക്കുക, ഭാര്യയും കിടക്കാണ് രാത്രിയിൽ. ഭാര്യയുടെ ചിന്ത എന്തായിരിക്കും? രാത്രിയിലെല്ലാം കഴിഞ്ഞ് വന്ന് ഒതുവൊക്കെ എടുത്ത് നന്നായിട്ട് കിടന്ന് ഉറങ്ങാൻ പോവാണ്. ആ സമയത്ത് ഭാര്യയുടെ ചിന്ത എന്താ? സ്ത്രീകളുടെ ചിന്ത എന്താവും?
നാളെ രാവിലെ ദോശയുടെ മാവ് നന്നായിട്ട് പുളിച്ചിട്ടുണ്ടോ? നന്നായിട്ട് പുളിച്ചാൽ ദോശ ഉണ്ടാക്കി, ഇല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കാം. ഉച്ചയ്ക്ക് മുളകിട്ട മീൻകറി വേണോ, അതെല്ലാം മുരിങ്ങക്കായിട്ട മീൻകറി വേണോ, ഭർത്താവിന് ചപ്പാത്തി വേണോ, ഉരട്ടി വേണോ? അവരുടെ ചിന്ത അവര് കൈകാര്യം ചെയ്യുന്നൊരു ലോകത്തെ ചുറ്റിപ്പറ്റിയാണ്. അപ്പുറത്തിരിക്കുന്ന ഭർത്താവോ നാളെ ചെക്ക് കൊടുത്തിട്ടുണ്ട്, 4 ലക്ഷം രൂപ അക്കൗണ്ടിൽ വരണം. എങ്ങനെ വരും? മോന്റെ ഫീസ് അടയ്ക്കാൻ സമയമായി. കടയ്ക്കാണെങ്കിലോ മുനിസിപ്പാലിറ്റി പൊളിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് പൊളിച്ചാൽ ഞാൻ എങ്ങനെ ജീവിക്കും? ജീവിതത്തെ കാർന്നു തിന്നുന്ന ചിന്തകളിൽ ആ മനുഷ്യൻ അസ്വസ്ഥനായിട്ട് കിടക്കാൻ. അപ്പൊ അടുത്തടുത്ത് കിടക്കുമ്പോൾ രണ്ടുപേരുടെയും ചിന്തകൾ തമ്മിൽ വ്യത്യസ്തമാണ്. ആ ചിന്തകളെ പോലും നമ്മുടെ കുടുംബത്തെ ബാധിക്കുന്ന രീതിയിൽ നമ്മുടെ ചിന്തകൾ മാറിക്കഴിഞ്ഞു. പണ്ടൊന്നും നമ്മൾ ഇത്രയും ചിന്തിക്കുന്ന ആളുകളല്ല, ആണോ? അതെന്താ തുറച്ചു നോക്കണ്? പണ്ടൊക്കെ നമുക്ക് ഇത്രയേറെ ടെൻഷൻ ഉണ്ടാ, ഇത്രയും ചിന്തയുണ്ടോ? ഒന്നുമില്ല. ഇന്ന് നമുക്ക് ചിന്തകൾ കൂടി, ആകുലതകൾ കൂടി, പ്രശ്നങ്ങൾ കൂടി, പ്രയാസങ്ങൾ കൂടി. പണ്ട് മോൻ കള്ളു കുടിക്കുന്നുണ്ടോ എന്ന് നാട്ടിലെ കള്ള് ഷാപ്പിന്റെ മുമ്പിൽ നോക്കിയാൽ മതി. ഇന്ന് മോൻ കള്ളു കുടിക്കുന്നുണ്ടോ എന്ന് എവിടെയൊക്കെ നോക്കണം. അവരെവിടെയെങ്കിലും പോകണുണ്ടോ എന്ന് ആ സ്ഥലത്ത് തെരഞ്ഞാൽ മതി. 4 ക്യാമറ കണ്ണുകളുമായിട്ട് നിന്നാലും മക്കളെ നിയന്ത്രിക്കാൻ കഴിയാത്ത വലിയൊരു ടെൻഷനിലേക്ക് നമ്മൾ മാറി. നമ്മുടെ കുടുംബ ജീവിതം വല്ലാതെ പ്രയാസങ്ങളിലായി. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തെ നന്നാക്കി തരട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തെ നന്നാക്കി തരട്ടെ. വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, ആ സൂറത്തിന്റെ പേരാണ് അങ്കബൂത്ത്. സൂറത്തിന്റെ പേര് അൻകബൂത്ത് എന്ന് പറഞ്ഞാൽ, അങ്കബൂത്തിന്റെ അർത്ഥം എന്താ? അങ്കബൂത്തിന്റെ അർത്ഥം എന്താ? ചിന്തിക്ക്, ഇങ്ങോട്ട് നോക്കുക. ഞാൻ ഖുർആനാണ് പറയുന്നത്. അൻകബൂത്തിന്റെ അർത്ഥം, ഈ ഖുർആൻ അസ്ട്രോണമിയും ജോഗ്രഫിയും ആകാശവും ഭൂമിയും മാത്രമല്ല പറഞ്ഞത്, ഖുർആൻ നമ്മളോട് സംവദിക്കുകയാണ്. അങ്കബൂത്ത് എന്ന് പറഞ്ഞാൽ ചിലന്തി. വിശുദ്ധമായ ഖുർആനിൽ ഏറ്റവും നിസ്സാരമായൊരു ചിലന്തിയുടെ പേര് രവിചന്ദ്രനും തെരുവത്തും ഒക്കെ പറയുന്നത് പോലെ ഇത്രയും വലിയ ഒരു ഗ്രന്ഥത്തിൽ ചിലന്തിയെ കുറിച്ച്, ഉറുമ്പിനെ കുറിച്ച്, അത് പടച്ചവൻ പറഞ്ഞത് വെറുതെയല്ല എന്ന് ചിന്തിക്കാൻ കഴിയണ്ടേ? അൻകബൂത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് ചിലന്തി എന്നാണ്. ആ സൂറത്തിൽ അല്ലാഹു ഒരു ആയത്ത് പറയുന്നുണ്ട്. ഖുർആനെ കുറിച്ച് പറയുമ്പോൾ വിശാലമായി പറയണം, അതിനുള്ള സമയം വേണം. സഹോദരങ്ങളെ, ഇന്നല്ലദീന തഖദു മസലുല്ലദീന തഖദു മിൻ ദൂനില്ലാഹി ഔലിയാ കമസലിൽ അൻകബൂത്ത് ഇത്തഖദതു ബൈതാ ഇന്ന ഔഹനൽ ബുയൂതി ലബൈതുൽ അൻകബൂത്ത്. അല്ലാഹു വല്ലാത്തവരെ സംരക്ഷകരായി സ്വീകരിക്കുന്ന ആളുകൾ, അവരുടെ ഉപമ, അവരുടെ അങ്കബൂത്ത് ചെലന്തിയുടെ വീടിനെ പോലെയാണ്. അവര് ചെലന്തിയുടെ വീട് പോലെയാണ്. ഇന്ന ഔഹനൽ ബുയൂതില ബൈതുൽ അൻകബൂത്ത്. ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ചെലന്തിയുടെ വീടാണെന്ന് വിശുദ്ധ ഖുർആൻ. ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ആരുടെ വീടാ? നാഷണൽ ഹൈവേയുടെ സൈഡിൽ ഇരിക്കുന്ന വീട് ഏത് സമയത്തും പൊളിച്ചിരിക്കാം. ദേശീയ അല്ല മനുഷ്യന്മാരെ. അല്ല പറയാൻ, നിങ്ങൾ ഖുർആൻ പഠിച്ചോളി. ഇതാണ് ഇത് ജീവിക്കുന്നവരോടാണ് സംവദിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ചെലന്തിയുടെ വീടാണ്. എന്തുകൊണ്ട്? ഞാൻ ഗൂഗിൾ നോക്കണം. എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ചെലന്തിയുടെ വീടായത്? നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും നേർത്ത നാരുകൊണ്ട് നമ്മൾ നോക്കിയാൽ ഒരു ഗുഹാമുഖത്തൊരു ചെലന്തി പോയിരുന്ന് അതിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന പശ കൊണ്ട് ലോകത്തിലെ ഒരു സെമിറ്റിക് എഞ്ചിനീയറിന്റെ കരവൈദഗ്ധ്യത്തെ പോലും തോൽപ്പിക്കുന്ന രീതിയിൽ ഇഴകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രമീകരിച്ച് ആ ഇഴകളിൽ തമ്മിൽ സമീകൃത അകലമുണ്ടാക്കി വളരെ വലിയ, വളരെ മനോഹരമായ ഒരു വല നിമിഷ നേരം കണ്ടുണ്ടാക്കും ചിലന്തി. ആ ചിലന്തി ഉണ്ടാക്കുന്ന വീടിന്റെ നൂലിഴകൾ പോലും പരസ്പരം ഒരേ അകലത്തിലാണ് നൂലിഴകൾ ഉണ്ടത്. കാണാൻ വളരെ മനോഹരമാണ്. ആ മനോഹരമായ വീട് കാറ്റൊന്നടിച്ചാൽ, വിരലൊന്ന് തൊട്ടാൽ ആ സമയത്ത് ചെലന്തിയുടെ വീട് പൊട്ടിപ്പോ. അപ്പൊ ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ഏതാ? ചെലന്തിയുടെ വീട്. ഇതാണ് നമ്മൾ പണ്ട് മുതലേ പഠിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഖുർആൻ അങ്ങനെയൊന്ന് സമീപിച്ചാൽ വഴങ്ങുന്ന ഒരു ഗ്രന്ഥമല്ല. ഇത് ലോക സിട്ടാബിന്റെ ഗ്രന്ഥമാണ്.
അതിന്റെ അർത്ഥം അങ്ങനെയല്ല. പൊന്നു സഹോദരങ്ങളെ, ചെലന്തിയുടെ വീടുണ്ടാക്കുന്നത് ആൺചലന്തിയാണ് വീടുണ്ടാക്കുക, അല്ല പെൺചലന്തിയാണ് വീടുണ്ടാക്കുക. ഇത്തഖദത്തു ബൈത്താ, ഇത്തഖദത്തു ബൈത്താ, ഖുർആൻ പറഞ്ഞു ഇത്തഖദത്ത് എന്ന്. ഫീലിൽ താഉ വന്നാൽ ഫായിൽ മുഅന്നസൻ. അതിന്റെ അർത്ഥം പെൺചലന്തിയാണ് വീടുണ്ടാക്കുന്നത്. നമ്മളെ മാതിരി ആണുങ്ങളല്ല വീടുണ്ടാക്കുക. ചലന്തി കൂട്ടങ്ങളിൽ ആണുങ്ങൾ സഹായിക്കും, പെണ്ണ് വീടുണ്ടാക്കും, പെൺചലന്തി വീടുണ്ടാക്കും. ആ വീട് നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ, അത് പൂർത്തിയായി ആവശ്യം കഴിഞ്ഞാൽ പെൺചലന്തി ആൺചലന്തിയെ കൊല്ലും. എന്നിട്ട് പെൺചലന്തിയും മക്കളും കൂടി ആ വീട്ടിൽ ആ വലയിൽ താമസം തുടങ്ങും. കുറെ കഴിയുമ്പോൾ ഈ മക്കളെല്ലാവരും കൂടി പെൺചലന്തി അമ്മയെ കൊല്ലും. ഇങ്ങനെ അതുകൊണ്ടാണ് ഏത് ചലന്തി വലയെടുത്താലും അതിനകത്തൊരു ചലന്തി ചത്തു കിടക്കുന്ന കാണാം. അത് ആൺചലന്തിയാണ്. വീടുണ്ടാക്കാൻ വേണ്ടി ഗൾഫിൽ കിടന്ന് കട്ടപ്പെട്ട ആൺചലന്തി, ഇവിടെ 3 കാല് ചക്രത്തില് ആട്ട ഓടിച്ച ചലന്തി ആൺചലന്തി. അവസാനം ഈ ആൺചലന്തിയെ കൊന്ന് ഇങ്ങനെ പരസ്പരം ഭാര്യയും ഭർത്താവും തമ്മിൽ, മാതാക്കളും മക്കളും തമ്മിൽ പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ട ഏറ്റവും ദുർബലമായ കുടുംബ വ്യവസ്ഥിതി അത് ചലന്തിയുടെ വ്യവസ്ഥയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ആയത്ത് എത്ര പ്രാവശ്യം ഓതി. നമ്മുടെയൊക്കെ നമ്മളൊന്നിങ്ങനെ നടന്നു പോയാൽ പല വീടുകളും ചലന്തിയുടെ വീടാ. മുഗൾ രാജവംശത്തിന്റെ ശില്പചാതിരിയെ തോൽപ്പിക്കുന്ന കോൺക്രീറ്റ് സൗധങ്ങളുണ്ട്. പക്ഷെ അതിന്റെ ഉള്ളിൽ രാവിലെ കടപ്പറയിൽ ഭാര്യയും ഭർത്താവും മക്കളും അടക്കം 5 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആലുവയിൽ കണ്ടെത്തി, എറണാകുളത്ത് കണ്ടെത്തി. മിക്കവാറും വീടുകൾ ചലന്തികളുടെ വീടായി മാറുമ്പോ അള്ളാഹു അങ്കബൂത്ത് എന്നത് പേര് കൊടുത്തത് നമ്മളെ കുടുംബജീവിതം പഠിപ്പിക്കാനാണ്. നമ്മൾ ഈ ആയത്ത് എത്ര ഹത്തോതി, നമ്മൾ ഹത്തോതുന്നൊക്കെ അടിപൊളിയാണ്. നമ്മുടെ ഓതൽ എങ്ങനെയാണ്? നമ്മള് യാസീൻ ഓതിയ മത്തങ്ങയുടെ വള്ളിമാരിയാണ്. ഒരു മുബീനി തുടങ്ങി അടുത്ത മുബീനി തന്നെ വീണ്ടും വരും. സഹോദര, ഖുർആന്റെ ഘടന എങ്ങനെയാണ്? ഞാനൊരു ഗവേഷണത്തിന്റെ ഒരു ജാലകവിരി നിങ്ങളുടെ മുമ്പിലോട്ട് തുറന്നു തരികയാണ്. ഈ ഖുർആൻ നിസ്സാരമല്ല. ഈ ഖുർആന്റെ സൂറത്തുകള്, ആദ്യത്തെ സൂറത്തുൽ ഫാത്തിഹ, അത് ഖുർആന്റെ പ്രവേശികയാണ്. അത് കഴിഞ്ഞാൽ സൂറത്തുൽ ബക്കറ, ബക്കറ കഴിഞ്ഞാൽ മുത്തലിങ്ങളല്ല, നിങ്ങളൊന്ന് പറയും അലൈസ മിൻകും റജുലുൻ റഷീദ്. ബക്കറ കഴിഞ്ഞാൽ ആല ഇമ്രാൻ, ആല ഇമ്രാൻ കഴിഞ്ഞാൽ അന്നിസാ കഴിഞ്ഞാൽ മാഇദ. ഇതൊക്കെ കേവലം യാദൃശ്ചികതയിൽ വെക്കപ്പെട്ടതാണോ? ഒരു സൂറത്ത് കഴിഞ്ഞ് അടുത്ത സൂറത്ത് വെച്ചതിൽ, ആ സൂറത്ത് കഴിഞ്ഞ സൂറത്ത് വെച്ചതിൽ അള്ളാഹു നമ്മളെ കുടുംബം പഠിപ്പിക്കുകയാണ്. അൽ ബക്കറ, ബക്കറ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നാൽക്കാലി. ഖുർആനിലെ ആദ്യത്തെ സൂറത്തിന്റെ പേര് നാൽക്കാലി, അവസാനത്തെ സൂറത്ത് അന്നാസ്, മനുഷ്യൻ. ഒരാള് ബക്കറയിൽ നിന്ന് തുടങ്ങുമ്പോ അവന് നാൽക്കാലിയുടെ സ്വഭാവമാണെങ്കിൽ അന്നാസ് ഓതി തീരും അവൻ പൂർണ്ണ മനുഷ്യനായി മാറണം. ഇതാണ് ഖുർആന്റെ സന്ദേശം. അൽ ബക്കറ, നാൽക്കാലി. ബക്കറ നാൽക്കാലി. നാൽക്കാലിയുടെ പ്രത്യേകത എന്താ? നാൽക്കാലികൾ കല്യാണം കഴിക്കാറില്ല. ആ നാൽക്കാലികളുടെ ഇടയിൽ വിവാഹമില്ലാത്തത് കൊണ്ട് പലപ്പോഴും ആ ജീവിവർഗം തന്നെ ഇല്ലാതായി പോകും. അള്ളാഹു പറയാണ് അൽ ബക്കറ, നാൽക്കാലി. എന്നിട്ട് അള്ളാഹു അടുത്ത സൂറത്ത് ആലു ഇമ്രാൻ, ഇമ്രാന്റെ കുടുംബം. അള്ളാഹു പറയാണ് മനുഷ്യ, നീ നാൽക്കാലിയെ പോലെ തോന്നുന്ന സമയത്ത് ഭോഗിച്ചും തോന്നുന്നവളെ പോലെ കടന്നും ഇപ്പോഴത്തെ ലിവിംഗ് ടുഗദർ പോലെ നീ അങ്ങനെ ജീവിക്കേണ്ടവനല്ല. ആലു ഇമ്രാൻ, ഇമ്രാന്റെ കുടുംബം പോലെ ഹലാലായ രീതിയിൽ ഒരു ഭാര്യയെ വിവാഹം കഴിച്ച് നീ കുടുംബമായി ജീവിക്കേണ്ടവനാണ്. അടുത്ത സൂറത്തുൽ നിസാ. നിസായിന്റെ പേര്, നിസായിന്റെ അർത്ഥം സ്ത്രീ. ഒരു കുടുംബം രൂപാന്തരപ്പെടുന്നത് ഒരു സ്ത്രീയിലൂടെയാണ്. മക്കളുണ്ടാകുന്നത്, ജനനമുണ്ടാകുന്നത് അതൊരു സ്ത്രീയിലൂടെയാണ്. അടുത്ത സൂറത്തുൽ മാഇദ. ആ സ്ത്രീ വിളമ്പി വെക്കുന്ന ആഹാരത്തിന്റെ ചുവട്ടിലാണ് ഒരു കുടുംബത്തിന്റെ മുഴുവൻ കാര്യങ്ങളെ ചർച്ച ചെയ്യപ്പെടുക. ഇങ്ങനെ ചിന്തിച്ചാൽ നിസ്സാരമെന്ന് തോന്നുന്നത് പോലും വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഖുർആൻ ഒന്ന് പഠിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഞാൻ വേറൊരു അസ്ട്രോണമിയോ ജോഗ്രഫിയോ ഒന്നും പറയുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് ഖുർആൻ പാരായണം ചെയ്യലാണ്. ഒന്ന് രാത്രിയിൽ, പിന്നെ
ഖുർആൻ പാരായണം ചെയ്യേണ്ട 2 സമയമുണ്ട്. ഒന്ന് രാത്രി, ഇന്ന നാശിഅത്തൽ ലൈലി, രാത്രിയിൽ ഖുർആൻ ഓതിയിട്ട് നിങ്ങൾ വല്ലാതെ നിങ്ങൾ ഖുർആൻ ഓതി നിസ്കരിച്ചോളൂ. അപ്പോൾ കിട്ടുന്ന ആത്മവിശ്വാസം, ഒരു സെൽഫ് കോൺഫിഡൻസ് ആ സമയത്ത് ലോകത്ത് വേറൊരാൾക്ക് തരാൻ പറ്റില്ല, ഒരു ക്ലാസ്സിനും തരാൻ പറ്റില്ല. രാത്രിയിൽ എല്ലാവരും ഉറങ്ങി, എല്ലാവരും നിശബ്ദമാണ്. നിരാശയുണ്ടോ ജീവിതത്തിൽ? കാസർഗോഡ് തന്റെ ഉപജീവന മാർഗമായ ഓട്ടോറിക്ഷ പിടിച്ചുകൊണ്ടുപോയ പോലീസ് ഉദ്യോഗസ്ഥൻ തിരിച്ചു കൊടുക്കാൻ 4 ദിവസം വൈകിയപ്പോ ആ പാവപ്പെട്ട 60 വയസ്സുകാരൻ കണ്ടവഴി ആത്മഹത്യ ചെയ്യലാണ്. അദ്ദേഹമാണെങ്കിലോ കാസർഗോഡ് ടൗണിലെ പള്ളിയിൽ 5 നേരത്തെ ജമാഅത്തായിട്ട് നിസ്കരിച്ച ആളാ. ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കില്ല എന്ന് കരുതണ്ട. എപ്പോഴാ ഇത് കൈവിട്ടു പോണെന്ന് പറയാൻ പറ്റില്ല. അത്രമേൽ ദുർബലമാണ് നമ്മുടെ മനസ്സ്. ഫോൺ പിടിച്ചു വാങ്ങിച്ചപ്പോൾ 17 വയസ്സുകാരൻ കണ്ട മാർഗം ഇറങ്ങിപ്പോയി ആത്മഹത്യ ചെയ്യലാണ്. എല്ലാത്തിന്റെയും വഴി, എല്ലാത്തിന്റെയും പരിഹാരം അത് ഈ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടലാണ് എന്ന് ഞാൻ നിങ്ങളും കരുതുന്നുവെങ്കിൽ വേണ്ട, രണ്ട് കാര്യങ്ങൾ. വിശുദ്ധമായ ഖുർആനിനെ പാരായണം ചെയ്യുക. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഖുർആനിനെ നമ്മളെ അള്ളാഹു കൂട്ടാക്കി തരട്ടെ. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാണ്. അള്ളാഹുവേ, കുടുംബ ജീവിതത്തിൽ താളം തെറ്റുമ്പോ, ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങുമ്പോ, കുടുംബ ജീവിതം ഇല്ലാതാകുമ്പോ, ആ സമയത്തൊക്കെ ഹൃദയത്തിലേക്ക് നിരാശ വരുന്നുവെങ്കിൽ, പാതിരാ സമയത്ത് നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ നിങ്ങൾ ഖുർആൻ ഓതാൻ കഴിയുമോ പെങ്ങളെ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ നബി തങ്ങളുടെ മനോഹരമായ ഒരു രാത്രിയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു തആല വിവരിക്കുന്നിടത്ത് ആയിഷ റളിയല്ലാഹു തആല പറയാ, ഒരു പാതിരാ സമയത്ത് ഈത്തപ്പന മരത്തിന്റെ ഓല കൊണ്ടുണ്ടാക്കിയ ഞങ്ങളുടെ കുടിലിൽ ഞങ്ങൾ 2 പേരും ചേർന്ന് കിടന്നുറങ്ങുന്ന നേരം, ഫലസുഖ ജിൽദുഹു അലാ ജിൽദി, എന്റെയും ഹബീബിന്റെ ശരീരം തമ്മിൽ ചേർന്നിരിക്കുന്ന നേരത്ത്, പാതിരാ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ഉറക്കത്തിൽ കിടക്കുന്ന നേരം അല്ലാഹുവിന്റെ റസൂല് പാതിരാ സമയത്ത് ഞെട്ടി ഉണർന്നു വത്രേ. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നു, ആയിഷ, പ്രിയപ്പെട്ട ആയിഷ, എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഏറെ പറയാനുള്ള സമയമില്ലെങ്കിലും പ്രവാചക ജീവിതത്തിന്റെ പ്രഫുല്ലമായ പ്രതലങ്ങളിൽ അള്ളാഹു നമുക്ക് നൽകിയ തിരുദൂതരുടെ ജീവിതത്തിന്റെ ഒരു വലിയ ആശയമാണിത്. ഹബീബായ നബി തങ്ങൾ ചോദിക്കുന്ന, ആയിഷ, പാതിരാ സമയത്ത് എനിക്ക് എന്റെ അള്ളാഹുവിന്റെ അടുക്കൽ പോയിട്ടും ഇബാദത്ത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നീ എനിക്ക് അനുവാദം തരുമോ ആയിഷ? പാതിരാ സമയത്ത് പടച്ചവന്റെ മുമ്പിൽ നിസ്കരിക്കാൻ പോകുമ്പോ സഹധർമ്മിണിയോട് അനുവാദം ചോദിക്കുന്ന തിരുദൂതരെ നിങ്ങൾക്കറിയുമോ? കാരണം രാത്രി നമ്മുടെ ഇണകൾക്ക് അവകാശപ്പെട്ടതാണ്. തലസ്ഥാന നഗരിയിൽ പാതിരാത്രി പകലാക്കി മാറ്റി ചുറ്റിക്കറങ്ങുന്നവരെ യഥാർത്ഥത്തിൽ ഓർത്തുകൊള്ളൂ, പാതിരാ സമയം രാത്രി എന്തിനാണ്? അള്ളാഹുവിന്റെ ഖുർആൻ രാത്രിയെ നമുക്ക് പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ്? രാത്രിയെ നിങ്ങൾക്ക് ഞാൻ വസ്ത്രമാക്കി തന്നിരിക്കുകയാണ്. മൂടി പുതച്ച് ഉറങ്ങേണ്ട സമയമാണ് രാത്രി. അള്ളാഹു നൽകിയ ഘടനകൾക്ക് വിപരീതമായി പോയാൽ അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്നുള്ളത് പുതിയ കണക്കുകളാണ്. പകല് രാത്രി ഉറങ്ങാനുള്ളതാണ്. പകലുകൾ ജീവിതത്തിന്റെ ഉപജീവന മാർഗത്തിന് വേണ്ടിയാണ്. ഇത് പടച്ചവന്റെ തർത്തീബാണ്. ഇത് ലോകരക്ഷിതാവ് നിയമിച്ച ക്രമമാണ്. അതിനെ വല്ലാതെ മറികടന്നാൽ നിങ്ങളുടെ ആരോഗ്യത്തെ അത് ബാധിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഞാൻ കടക്കുന്നില്ല. അതുകൊണ്ട് രാത്രി സമയത്ത് സഹധർമ്മിണിക്ക് അവകാശപ്പെട്ടപ്പോ ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, ആയിഷ, ഞാൻ എന്റെ റബ്ബിനൊന്ന് ഇബാദത്ത് ചെയ്യാൻ പോയിക്കൊള്ളട്ടെയോ?
ഹബീബായ നബി തങ്ങളെ രാത്രി എഴുന്നേറ്റ് തന്നോട് ഈ ആവശ്യം ചോദിച്ചപ്പോ ആയിഷ റളിയല്ലാഹു തആല ബുദ്ധിമതിയാണ്. ഈ നിരീശ്വരവാദികൾ രവിചന്ദ്രൻ പറയുന്നത് പോലെ പക്വതയില്ലാത്ത കളിപ്രായമല്ല, അത് കന്യകയുടെ ചാബല്യമല്ല, അത് തളിരിമീണ ആഗ്രഹങ്ങളല്ല. ആ സമയത്ത് തന്റെ ഭർത്താവിനെ തന്നോട് അനുവാദം ചോദിച്ചിട്ടൊരു ആഗ്രഹം നടക്കണമെന്ന് തോന്നിയപ്പോ ബുദ്ധിമതിയായ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങും അങ്ങയുടെ രക്ഷിതാവും തമ്മിലുള്ള ബന്ധത്തിന് ഞാൻ എന്തിന് തടസ്സം നിൽക്കണം? സഹോദരാ സഹോദരി, ഞാൻ ഈ പറയുന്നത് എവിടെയെന്നറിയോ? നമുക്കിന്ന് വലിയ മുഗൾരാജ വംശത്തിന്റെ ശില്പചാതുരിയെ തോൽപ്പിക്കുന്ന വീടുകളുണ്ട്. ഒരു കൊതുകിന് പോലും കയറി വരാത്ത വിധത്തിലുള്ള ശീതീകരിച്ച റൂമുകളുണ്ട്. ഭാര്യയും ഭർത്താവും ഏറ്റവും വലിയ കട്ടിലിൽ കിടക്കുമ്പോഴും ശരീരം തമ്മിലേ അടുപ്പമുള്ളൂ, മനസ്സുകൾ തമ്മിൽ കിലോമീറ്ററോളം അകലം കിടക്കുന്ന ഒരു വീട്ടില് ആ സമയത്ത് നമുക്ക് കഴിക്കാൻ ഡൈനിങ് ടേബിളിൽ ഭക്ഷണങ്ങളുണ്ട്, ധരിക്കാൻ വസ്ത്രങ്ങൾ അലമാരയിൽ അട്ടിയിട്ടിട്ടുണ്ട്, സഞ്ചരിക്കാൻ നമുക്ക് കാറുകളുണ്ട്. എന്നാ പോലും സമാധാനത്തോടെ ഒരു ദിവസം ഉറങ്ങാൻ കഴിയാത്ത നമ്മുടെ മാളികകൾ എന്തിന്? 3 മാസത്തിലൊരിക്കൽ ഈത്തപ്പഴം കടിച്ചു വിശപ്പൊടുക്കിയ 8 മുഴം നീളവും 10 മുഴം വീതിയുമുള്ള ഈത്തപ്പന മരത്തിന്റെ ഓലകൾ വെച്ച് മെടഞ്ഞുണ്ടാക്കിയ, ആകാശത്തും മഴ പെയ്താൽ മഴവെള്ളം മുഴുവനും മേക്കൂരയിലൂടെ താഴെ വീഴുന്ന കൊച്ചുകുടിലില് ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെയാണ് സമാധാനത്തോടെ ദിനരാത്രങ്ങളെ തള്ളി നീക്കിയിടുന്നത്? ഹബീബിന്റെ ജീവിത ചരിത്രത്തെ പഠിക്ക. അള്ളാന്റെ റസൂലിനോട് ഇത് പറഞ്ഞിട്ട് ആയിഷ റളിയല്ലാഹു തആലയോട് അനുവാദം വാദിച്ച് അള്ളാന്റെ റസൂല് വീട്ടിൽ നിന്ന് തഹജ്ജുദിന് എഴുന്നേൽക്കുമ്പോ ആയിഷ റളിയല്ലാഹു തആല പറയുന്നു, യാ റസൂലല്ലാഹ്, ഇപ്പോൾ നിങ്ങളെ കൊണ്ട് എനിക്കൊരാവശ്യമുണ്ട് നബിയേ. ഭർത്താവ് അനുവാദം ചോദിച്ചു പോകുന്ന നേരത്ത്, സന്തോഷത്തോടെ പോകുന്ന നേരത്ത് താൻ ചോദിക്കുന്നത് തരുമെന്നുറപ്പുള്ള ഭാര്യ, ഭർത്താവിന് സന്തോഷമുള്ള നേരത്താണല്ലോ ഭാര്യമാര് പ്രധാനപ്പെട്ട ആവശ്യം ചോദിക്കുക. അല്ലാതെ കലിതുള്ളിയ നേരത്തൊരു ബുദ്ധിമതിയായ പെണ്ണ് ഭർത്താവിനോടൊന്നും ചോദിക്കില്ല. പാതിരാ സമയത്ത് സന്തോഷത്തോടെ പള്ളിയിലോട്ട് പോകുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, വലി ഇലൈക ഹാജ, എനിക്ക് നിങ്ങളെ കൊണ്ടൊരാവശ്യമുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ചുരുക്കി പറയാൻ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണിത്. ആയിഷ ചോദിച്ചോളൂ. രണ്ടാമതും പറഞ്ഞു, നബിയേ, വലി ഇലൈക ഹാജ, എനിക്ക് നിങ്ങളോടൊരു വലിയ കാര്യം ആവശ്യപ്പെടാനുണ്ട്. ആയിഷ ചോദിച്ചോളൂ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുസ്മേര വദനനായി മറുപടി പറയുമ്പോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. പാതിരാ സമയത്ത് ഭർത്താവ് സന്തോഷത്തോടെ ഇരിക്കുന്ന നേരത്ത് ഒരു 17 വയസ്സുകാരി പെണ്ണ്, ഹബീബായ നബി തങ്ങൾ വഫാത്താകും ആയിഷ ബീവിയുടെ വയസ്സ് 18 വയസ്സാണ്. ഒരു 17 വയസ്സുകാരി പെണ്ണ് തന്റെ ഭർത്താവിനോട് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമേതെന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്ക്. ഇന്നത്തെ കൗമാരപ്രായത്തിന്റെ ആട്ടവും പാട്ടവും അഭിലാഷവും വെച്ച് നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ആലോചിച്ചു നോക്ക. മൂന്നാമതും പറഞ്ഞു, യാ റസൂലല്ലാഹ്, യാ നബിയേ, വലി ഇലൈക ഹാജ, എനിക്ക് അങ്ങയോടൊരാവശ്യം പറയാനുണ്ട് നബിയേ. പറയായിഷ എന്ന് പറയുമ്പോ 17ന്റെ പക്വതയും മറക്കുന്ന രീതിയിൽ ആയിഷ റളിയല്ലാഹു തആല ചോദിച്ച ചോദ്യം, യാ റസൂലല്ലാഹ്, അങ്ങ് അല്ലാഹുവിനോട് നിസ്കരിക്കാൻ പോവുകയല്ലേ? ഈ ആയിഷയുടെ പാപങ്ങളെല്ലാം പുറത്തു തരാൻ, ആയിഷയുടെ പാപങ്ങളെല്ലാം പുറത്തു തരാൻ അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യുമോ? അതുമാത്രം ഈ സമയത്ത് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്താൽ മതിയെന്ന്
പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മുന ആയിഷ റളിയല്ലാഹു തആല അൻഹാ വേറെ ഒരാഗ്രഹങ്ങളില്ല, വേറെ ഒരു പ്രശ്നങ്ങളില്ല. 17ാമത്തെ വയസ്സിൽ ഇസ്തിഗ്ഫാറിനെ കുറിച്ചോർത്ത് ആകുലപ്പെടുന്ന എത്ര പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. യാ റസൂലല്ലാഹ്, എനിക്ക് വേണ്ടി ഒന്നൊന്ന് ദുആ ചെയ്യുമോ? തിരുദൂതര് അതിനേക്കാൾ വലിയ ഭർത്താവാണത്. ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുമ്പിൽ നിന്ന് ആകാശത്തേക്ക് കൈകൾ ഉയർത്തിയിട്ട് ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുവേ, അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ, അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ. അല്ലാഹുവേ, എന്റെ ആയിഷയ്ക്ക് പുറത്തു കൊടുക്കണേ, എന്റെ ആയിഷയുടെ പാപങ്ങളും മാപ്പാക്കി കൊടുക്കണേ. ലോകചരിത്രത്തിലെ മനോഹരമായ ജീവിതം കണ്ടുപഠിച്ച, വീട്ടില് കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല, കിടന്നുറങ്ങാൻ ഒരു വീടില്ല, പരീക്ഷണങ്ങളുടെ കനൽപഥങ്ങളിലൂടെ കടന്നുപോയിട്ട് ആ കുടുംബം സ്വർഗത്തെ നേടിയ ജീവിത ചരിത്രമാണിത്. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ പെൺമക്കളെ അല്ലാഹു സാലിഹീങ്ങളാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.